ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ട് ഇരിക്കാൻ പോകുന്ന ഒരു സ്ലീവാണ് കേട്ടോ. അത്ര കോമൺ ഉള്ള ഒരു സ്ലീവല്ല. കാരണം നമ്മൾ സാധാരണ എടുക്കുന്ന മെറ്റീരിയലിനെക്കാട്ടി കൂടുതൽ മെറ്റീരിയൽ എടുത്താൽ മാത്രമേ നമ്മളുടെ ഒരു ടോപ്പിലേക്ക് ഈ സ്ലീവ് നമുക്ക് റെഡിയാക്കി വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ക്ഷമയും ടൈമുള്ള ആൾക്കാർ ഈ സ്ലീവ് കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കസ്റ്റമേഴ്സിന് ഇത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ കണ്ട് അതിൽ നിന്ന് നിങ്ങൾ കൂടി മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലീവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിന് നമ്മൾ സാധാരണ എടുക്കുന്നത്, ഇത് സാധാരണയായി നമ്മൾ ചെറിയ സ്ലീവായിട്ടാണ് ചെയ്യുന്നത്. അതായത് 5.5 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു സ്ലീവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക് സ്ലീവ് പോലെയാണ് ചെയ്യുന്നതെങ്കിലും ഇതിനെ 3/4 സ്ലീവിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. എങ്കിലും ഇന്ന് ഞാൻ കാണിക്കുന്നത് ബേസിക് സ്ലീവ്, അതായത് ഒരു 5.5 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു സ്ലീവായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇരട്ടി എടുക്കണം. സാധാരണ ഒരു ബേസിക് സ്ലീവിൻ്റെ 3 ഇരട്ടി, അതായത് മെഷർമെൻറ്റിൽ നമ്മൾ സാധാരണ ഒരു ബേസിക് സ്ലീവ് ആദ്യം വെട്ടുക. ആ വെട്ടിയ ബേസിക് സ്ലീവിൻ്റെ 3 ഇരട്ടി വലിപ്പത്തിൽ നമ്മൾ ചതുരത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ ഇതിന് ഷേപ്പ് ഒന്നും വെട്ടണ്ട. പകരം അതായത് എത്ര ഇഞ്ചാണോ നമുക്ക് ലെങ്ത് 5.5 ഇഞ്ച് ലെങ്ത് ആണെങ്കിൽ ഒരു 6.5 ഇഞ്ചോളം എടുത്തിട്ട് അതേ വിഡ്ത്ത് 3 ഇരട്ടി, അതായത് സാധാരണ എടുക്കുന്ന സ്ലീവിൻ്റെ 3 ഇരട്ടി വിഡ്ത്ത് എടുത്ത് ഒരു സ്ക്വയർ അല്ല, റെക്ടാങ്കുലർ സൈസിൽ ഒരു തുണി വെട്ടിയെടുക്കണം. ആ വെട്ടിയെടുത്ത തുണിയുടെ ഒരെൻഡ് മുതൽ മറ്റേ എൻഡ് വരെ നമ്മൾ നന്നായിട്ട് 4 ഇഞ്ച് വിഡ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 4 ഇഞ്ച് അകവുള്ള കൂടിപ്പോകാൻ പാടില്ല. 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ചുള്ള വശവും മറ്റേ വശം സ്റ്റിച്ചില്ലാതെ അകത്തേക്ക് വലിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഈ സ്ലീവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ സ്ലീവ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബേസിക് സ്ലീവ് ഇതിന് ഈ റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മെറ്റീരിയലിൻ്റെ പുറത്തേക്ക് വെച്ച് ആ ബേസിക് സ്ലീവിൻ്റെ ഷേപ്പിന് നമ്മളിത് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തതിന് ശേഷം ഈ ബേസിക് സ്ലീവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാഡ്, ഒരു 28 സൈസൊക്കെ വരുന്ന ഒരു പാഡ്, അല്ലെ 26 28 സൈസ് വരുന്ന ഒരു പാഡ് അതിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യണം. ആ അറ്റാച്ച് ചെയ്യുന്ന പാഡ് ഈ ബ്ലൗസിൻ്റെ അകവശത്തേക്ക്, അതായത് ചീത്ത വശത്തേക്ക് ചേർത്ത് വെച്ച് 2 വശവും മെയിൻ ക്ലോത്തും നമ്മൾ വെട്ടിവെച്ചിരുന്ന ബേസിക് സ്ലീവിൻ്റെ ക്ലോത്തും കൂടി മുകൾ വശവും താഴ്വശവും നല്ല ഫിനിഷിങ്ങിൽ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റിബൺ, അതായത് ഒരു ഫേസിങ്ങിനുള്ളത്. അപ്പോൾ നമ്മളൊരു പട്ടുപാവാടയ്ക്കാണ് ഈ ബ്ലൗസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ റിബൺ നമുക്ക് വേണമെങ്കിൽ സ്കേർട്ട് പാർട്ടിൽ നിന്ന് എടുത്തു വെക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒരു ഷെയ്ഡിലാണ് ചെയ്യുന്നത്, കാരണം ഞാൻ ലാസ്റ്റ് അതിന് ലേസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് ആ ഫേസിങ്ങിന് എടുക്കുന്ന ആ ഒരു റിബൺ എന്ന് പറയുന്നത് ഒരു കോൺട്രാസ്റ്റ് കളറാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അത് നമ്മൾ ഈ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവിൻ്റെ അകവശത്തേക്ക് വെച്ച് പിടിപ്പിച്ച് നല്ല വശത്തേക്ക് തിരിച്ചിടുന്ന രീതിയിൽ വേണം ഫേസിങ് ചെയ്യാൻ. അങ്ങനെ വരുന്ന ഫേസിങ് താഴ്ഭാഗവും മോൾഭാഗവും ഒക്കെ പതിച്ചടിച്ച് നല്ല ഫിനിഷിങ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ 2 എൻഡിലും ഓരോ ലേസ്, വീതി കുറഞ്ഞ ലേസോ അല്ലെങ്കിൽ ഒറ്റ ഇതായിട്ട് വേണമെങ്കിൽ വീതിയുള്ള ലേസോ അറ്റാച്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ലീവ് നമുക്ക് ലഭിക്കും. ഈ സ്ലീവിന് സെൻറ്റർ പാർട്ടിൽ എന്തിനാണെന്നോ നമ്മൾ ഈ പഫ് കൊടുക്കുന്നത്, മീൻസ് ഈ പാഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പഫ് സ്ലീവാണ് ചെയ്യാറുള്ളത്. പഫ് സ്ലീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രിക്ക് എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ലൈനിങ് പാർട്ട് കുറച്ച് പിടിച്ചൊന്ന് മടക്കി അടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പൊങ്ങി നിൽക്കുന്നതിന് വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ വണ്ണമുള്ള ഒരാൾ ആ പഫ് സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, ആ ഞുറിയൊക്കെ ഒരുമാതിരി ഒട്ടിപ്പിടിച്ചതുപോലെ ഇരിക്കും. ഈ സ്ലീവിനും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് ഇച്ചിരി പൊങ്ങി നിൽക്കുമ്പോഴാണ്, അതായത് ഒരു ഓവൽ ഷേപ്പിലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ സ്ലീവ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാകുക. അപ്പോൾ നടുക്ക് നമ്മൾ ഈ പഫ് വെച്ച് കൊടുക്കുമ്പോൾ ഈ മെറ്റീരിയൽ ആ പഫിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ, പഫല്ല പാഡ് വെച്ച് കൊടുക്കുമ്പോൾ ആ പാഡിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും ആ സ്ലീവ്. ഇത് നമ്മൾ സാധാരണ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ, ആ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മുടെ കറക്റ്റ്
വണ്ണത്തിനനുസരിച്ച് സ്ലീവ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ സെൻറ്റർ പാർട്ട് നല്ല ഉയർന്നു നിൽക്കും. അപ്പോൾ ഈ സ്ലീവ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലീവ് നമുക്ക് ഈ സമയത്തൊന്ന് ചെയ്തു നോക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സ്ലീവാണ് നമ്മളുടെ കസ്റ്റമർ ആവശ്യപ്പെടുന്നതെങ്കിൽ എപ്പോഴും എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മീറ്റർ തുണി എടുത്തുകൊണ്ട് വരാൻ നിങ്ങൾ ആവശ്യപ്പെടണം കേട്ടോ. അല്ലാതെ ഈ സ്ലീവ് നമ്മളെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം 3 ഇരട്ടി കൂടുതൽ തുണി സ്ലീവിന് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളും ചെയ്തു നോക്കൂ. ഇതുപോലെ ഒരു കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പിലൊക്കെ ചെയ്ത് നോക്കൂ. അതാകുമ്പോൾ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. അവർക്ക് നന്നായിട്ട് ചെയ്ത് എപ്പോഴും കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് വെറൈറ്റി സ്ലീവ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആവും, നമ്മളും സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഇനിയും ഞാൻ ഇത്തരം വീഡിയോസുമായി എത്തുന്നതായിരിക്കും. ബൈ ഫ്രം സുമീസ് ബൊട്ടീക്ക്.